അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ ഇല്ല, ഞാനൊരു 2 ദിവസത്തിനുള്ളിൽ ഞാൻ വരാം. ഇല്ല, അത് നമുക്ക് വന്നിട്ട് തീരുമാനിച്ചാ പോരെ? ആ ശരി എന്നാ. ഒരു പണിയും ഇല്ലേ? ഇതൊക്കെ തന്നെ പണി. ഓ നല്ലതാ, ശരിയാക്കി തരാം. പോടാ. എന്താണ് അവളെ കേറി പോയത്? അവളങ്ങനെ വെറുതെ കയറി പോകുന്നതല്ല. ഇപ്പൊ മനസ്സിലായി അവള് കേറി പോയുണ്ട്. എന്താണിത്? കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു, അതാണിത്. ബാക്കിയുള്ളവര് നിക്കുവാണല്ലോ, താൻ മാത്രം ഇരിക്കണല്ലോ. രാജാവ് എപ്പോഴും ഇരിക്കുള്ളൂ. എൻ്റെ പൊന്ന് ജോയിമോൻ അണ്ണ, പണ്ട് ഓരോ പ്രശ്നമൊക്കെ ഉണ്ടായി, അതങ്ങനെ അങ്ങ് കഴിഞ്ഞ് നമ്മളതൊക്കെ വിട്ട് നമുക്കിതിന് പിന്നെ അതിൻ്റെ വാല തൂങ്ങി പിടിക്കാനുള്ള താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട്. പണി കിട്ടിയത് മുഴുവൻ നമുക്കാണല്ലോ. എത്ര നാളകത്ത് കിടന്നു? ജാമ്യം എടുക്കാൻ തന്നെ എത്ര കാശാണ? ഓ അത് കയ്യിലിരിപ്പിന്റെയാ. കയ്യിലിരിപ്പ് നല്ലതായിരുന്നെങ്കിൽ ജയിലും കിടക്കൂലായിരുന്നു, കയ്യിലെ കാശും പോവില്ലായിരുന്നു. എടാ ഇന്ന് കറുത്തവാ എങ്ങനെയാണോ? അതെന്താ ചോദിച്ചോട്ടെ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാഞ്ഞൂളും തല വെക്കണേ. അല്ല ജോയ്മോനെ നിങ്ങൾ ഇവിടെ ഉള്ളവര്, നമ്മളെവിടുന്നോ വന്നവര് അല്ലേ? അല്ല, നിങ്ങൾ ഇവിടെ ഉള്ളവര് ഞങ്ങൾ എവിടുന്നോ വന്ന് ഇവിടെ താമസിച്ചവര് എന്നാണല്ലോ നിങ്ങളുടെ ഭാവം. ശരി ആയിക്കോട്ടെ, ഇപ്പൊ നമ്മളെല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇനി ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കും. കേക്ക് പറയണമെന്ന് കേക്ക്. ജോലിയും കൂലിയും ഇല്ലാതെ നിങ്ങൾ നിൽക്കുകയല്ലേ? എന്തെങ്കിലും പണിക്ക് പോ, എന്തെങ്കിലും പണി പോ, ആണ് നല്ലത്. ഞാനൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഒരു വണ്ടി വാങ്ങുന്നുണ്ട്. അപ്പോൾ നിനക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നീ വാ. ഉണ്ടാ ലൈസൻസ് ഉണ്ടാ? ഓ പിന്നെ ഉണ്ടാ. അപ്പം വാ, നിനക്കാകുമ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാമല്ലോ. ഓ എല്ലാ സ്ഥലങ്ങളും അറിയാം. അപ്പോൾ ജോലിയായി മാന്യമായിട്ടൊരു ശമ്പളം കൊടുക്കുക അല്ലേ? തള്ള ജോലിയേട്ടന് ജോലി കൊടുക്കുന്നു വണ്ടി ഓടിക്കാന്. എന്റെ മാമന് വേറെ ഒരു പണിയില്ലേ? ഇവറ്റകളൊക്കെ തെണ്ടി ജീവിച്ചാലും ജോലി ചെയ്ത് ജീവിക്കുന്നു എനിക്ക് തോന്നള്ള. തോട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നു. ഞാൻ സമയം അറിഞ്ഞ് കളിക്കാൻ വന്നിരിക്കുകയാണല്ലേ? നീ എന്താ വിചാരിച്ചത്? ബാലിയുടെ ഇല്ലാന്ന് വിചാരിച്ച് എന്തു ആവാന്നല്ലേ? പിള്ളേരാരെങ്കിലും ഒന്ന് തൊട്ടു നോക്ക്, വരും ഇങ്ങോട്ട് നിന്റെ തലർത്തോണ്ട് പോകും. ഇവിടെ നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, എന്തിനാ വല്ലവരുടെ അടിയും കൊണ്ട് നടക്കുന്നത്? ജോയേട്ടൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല, ജോയേട്ടന് നല്ല പ്രായമുണ്ട്. കണ്ടാ പാലുകൂടി മാറിയിട്ടില്ലെന്നേ തോന്നുന്നു. വാടാ ശ്രീകുട്ടാ, നീലൊക്ക, നിങ്ങൾ ഓർത്തച്ചോ ഇവിടുന്ന് കെട്ടിച്ചിരിക്കും ജോയ്മോനെ പറയുന്നത്. എടാ നീ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് വല്ലം പോകും, നിന്റെ തലയ്ക്ക് ഒരു വെളിവുണ്ടാകട്ടെ. എടാ വാടാ, പ്രായമായ തള്ളമാരോട് സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. വാടാ. എടാ നീ വീട്ടിൽ ചെന്ന് തള്ളയോടും സംസാരിക്കത്തില്ലേ? പോടാ അങ്ങോട്ട് കാണുക. അതാണ്ട് കൂടെ ഉള്ളവന്റെ നെഞ്ചൊക്കെ ഇടിച്ച് കലങ്ങി കൊണ്ട് ആശുപത്രിയിലെ വൈദ്യശാല കൊണ്ട് കാണി. ശ്രീകുട്ടാ നീ ഓർത്ത് വെച്ചോ, എന്റെ പേര് ജോയ്മോൻ എന്നാണ്, ഞാൻ തിരിച്ചു വന്നിരിക്കും. ശരി. എത്ര തവണ പറഞ്ഞിട്ട് പോടാ ഈ പേര്? കേശു ആ മുണ്ടെടുത്ത് കൊടുക്കും. നല്ലൊരു മുണ്ടായിരുന്നു, അതും പച്ചൻ വരുമ്പോ എന്നെ വല്ലതും വിളിച്ചു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.